ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങളുടെ മൊബൈലിലെ സ്ക്രീന് അതേപോലെ മറ്റൊരു ഫോണിലേക്ക് നിങ്ങൾക്ക് മാറ്റി കാണിക്കാം. ഇത് പ്രധാനമായിട്ടും ആർക്കാണ് ഉപകാരപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്നെപ്പോലെ ഈ ഒറ്റനാളിരുന്നിട്ട് ചെയ്യുന്ന വർക്ക് ഉണ്ടല്ലോ, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ ഫോണിൽ നമ്മൾക്കറിയാം ബാക്ക് ക്യാമറയാണ് ഏറ്റവും നല്ല ക്ലിയർ ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ ഇതേപോലെ ഈ മുഖം കാണിച്ച് സംസാരിക്കുന്ന വീഡിയോ ഇല്ല, ഫ്രണ്ട് ക്യാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലെ അതിൻ്റെ എഫ് പോയിന്റ് എന്ന് പറയുക, അതായത് ഈ എന്താ പറയുക F1.8 എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുണ്ടാവും. അത് ഈ ഫ്രണ്ട് ക്യാമറ വളരെ കുറവാണ്. ശരിക്കും ടെക്നിക്കൽ ടേംസ് എനിക്ക് അറിയില്ല, അതുകൊണ്ട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പം അത്തരത്തിൽ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് ഈ ലൈറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഗ്രെയിൻസ് ഇങ്ങനെ പറയാം, പഴയ ടി വി കാണുന്ന പോലെ ഇങ്ങനെ ഈ കറുത്ത ഭാഗത്തേക്ക് ഇരുട്ടടിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ഗ്രെയിൻസ് വരും. അപ്പോൾ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് കുറഞ്ഞു കിട്ടും. അപ്പോൾ അത്തരത്തിൽ നമ്മളിങ്ങനെ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അധികം ഫോക്കസ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഫേസ് തന്നെയാണോ ഫോക്കസ് ചെയ്യുന്നില്ല കാര്യം നമുക്ക് സംശയമാണ്. അപ്പോൾ അത് നോക്കാനോ പറയാനൊന്നും നമുക്ക് വേറെ ആൾക്കാരുണ്ടാവില്ല. ഞാൻ ഇത് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്നത് തൊട്ട് പിറകിലായിട്ടൊരു വലിയ കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണാടി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കും ആ കണ്ണാടിയിലേക്ക്, കറക്റ്റാണ്. പക്ഷെ എന്നാലും എനിക്ക് ആ മുഖം ഫോക്കസ്ഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സംശയമാണ്. അതിൻ്റെ മുമ്പത്തെ കുറേ വീഡിയോസിൽ ഫോക്കസ് നഷ്ടപ്പെട്ടിട്ട് ആ വീഡിയോ ക്ലാരിറ്റി കുറച്ച് കുറയും. എന്നാലേ ഇപ്പം എനിക്ക് ഈ ഫോണിൽ നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ഈ ഫോൺ, അതായത് എനിക്ക് 2 ഫോണുണ്ട്. ഒന്ന് ഗാലക്സി, അതുപോലെ തന്നെ ഈ OnePlus 70. അപ്പോൾ OnePlus 70യുടെ സ്ക്രീൻ ഞാൻ ഈ ഗാലക്സി ഫോണിലേക്ക് മാറ്റിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫോണ് ഈ പറയുന്ന മറ്റൊരു ഫോണിൻ്റെ സ്ക്രീനിലേക്ക് കൊടുക്കാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമുണ്ട്. ApowerMirror എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഫോണ് സെയിം വൈഫൈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ ഈ 2 ഫോണും ആ വൈഫൈയിൽ കണക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ വീട്ടിൽ വൈഫൈ മോഡം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഒരു ഫോണിൽ എന്ത് ചെയ്യുക, ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യുക. എന്നിട്ട് മറ്റേ ഫോൺ ഈ ഫോണുമായിട്ട് ബന്ധിപ്പിക്കുക. മൊബൈൽ ഡാറ്റയുടെ ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുക, മൊബൈൽ ഡാറ്റ ഓഫാക്കി വെക്കുക. എന്നിട്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുക. ഇൻ്റർനെറ്റ് ഇല്ലാതെ നമ്മൾ കണക്ട് ചെയ്യാമോ, അങ്ങനെ കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മൊബൈൽ സ്ക്രീനിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കണ്ട് മനസ്സിലാക്കുക എങ്ങനെയാണത് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ 2 ഫോണിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിരിക്കണം. കണ്ടില്ലേ, ApowerMirror ഞാൻ 2 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ പ്ലേ സ്റ്റോറിൽ ApowerMirror എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം. നിങ്ങൾ 2ലും ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 2 ഡിവൈസും നമ്മൾക്ക് ഒരേ വൈഫൈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യണം. ഇവിടെ കേരള വിഷൻ അറഫാത്തിനിലെ ആ ഒരു വൈഫൈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതും കേരള വിഷൻ അറഫാത്ത് എന്ന് പറഞ്ഞ ആ മോഡത്തിൽ തന്നെയാണ് കണക്ട് ആയിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, 2ലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇതിലിങ്ങനെ വരും. അതിനുശേഷം നിങ്ങൾക്കിവിടെ ലോക്കൽ കാസ്റ്റ് കൊടുക്കുക. അത് വൈഫൈയിൽ തന്നെയായിരിക്കും. മുകളിലെ ടാബ് കണ്ടില്ലേ, വൈഫൈയിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്താൽ ഇവിടെ ഒന്ന് കിടക്കും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. കാസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൺട്രോൾ ഇതിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻ ഇതിലേക്ക് കൊടുക്കാം. ഞാൻ ഇവിടെ ഇതിൻ്റെ സ്ക്രീൻ ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, സ്റ്റാർട്ട് നൗ. അപ്പം ഇതിൻ്റെ സ്ക്രീൻ ഇതിലേക്ക് വന്നിരിക്കുകയാണ്, കണ്ടില്ലേ. അതിനുശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോൺ എടുത്തിട്ട് ക്യാമറ ഓപ്പൺ ചെയ്യാം. ചെറിയൊരു ലാഗ് വന്നതാണ്. ക്യാമറ ഓപ്പൺ ആയി, ഇപ്പോൾ ക്ലിയർ ആയി. ഇപ്പോൾ കണ്ടില്ലേ, അത് ഫസ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു വൈഫൈയുടെ ഒരു പ്രശ്നമുണ്ട്. സ്റ്റഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, കണ്ട. അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതിലിപ്പോൾ അൺലിമിറ്റഡ് ആണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ 10 മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു ലാഗ് ഉണ്ടല്ലോ, ചെറിയൊരു ലാഗ് അത്രേ ഉള്ളൂ. അപ്പം ഇത്തരത്തിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരു ഫോണിൻ്റെ സ്ക്രീൻ മറ്റേ ഫോണിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഡിസ്കണക്ട്. അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ സെറ്റപ്പ് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഗാലക്സി 2 എന്ന് പറയുന്ന ഫോണ്. അപ്പോൾ ഇതിലാണ് എൻ്റെ OnePlus 70യുടെ സ്ക്രീൻ വന്നിരിക്കണ്ടില്ലേ. അപ്പം എനിക്ക് ഇരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ഇത് കൃത്യമായിട്ട് നോക്കിയിട്ട് നമ്മുടെ മുഖം ഇതുണ്ട് ഫോക്കസ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിന് മുമ്പ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ആ പിറകിൽ കാണുന്ന കണ്ണാടിയില്ലേ, ആ കണ്ണാടിയിൽ നോക്കിയിട്ടാണ്. റൂമൊക്കെ അലങ്കോലാണെന്നും കാര്യമാക്കേണ്ട, നമുക്ക് വീഡിയോ കണ്ടാൽ പോരെ. ഓക്കെ, അപ്പം ഇത്തരത്തിൽ ഞാൻ ഈ കണ്ണാടി വെച്ചിട്ട് ആ കണ്ണാടിയിൽ എൻ്റെ ഫോൺ നോക്കിയിട്ടാണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഫോൺ ഞാൻ കാണിച്ചു തരാം.
കണ്ടില്ലേ, ഞാൻ ഇങ്ങനത്തെ ഫോണ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണുള്ളത്. അപ്പം ഈ സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾക്ക് ഇത് വയർലെസ് ആണ്, വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ വൈഫൈ മോഡമായിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടുള്ള വീഡിയോ എടുക്കാൻ സാധിക്കുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ട്രിക്കാണ്. നിങ്ങളുടെ മറ്റ് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളെ ഷെയർ ചെയ്യാം. പിന്നെ പറയാനുള്ളത്, എനിക്ക് ഇത്തരത്തിൽ വീഡിയോ എടുക്കുമ്പോൾ ഇത് കണ്ടില്ലേ, ഞാനൊരു ഗൊറില്ല ട്രൈപോഡ് വാങ്ങുമ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല ഒരു ബ്ലൂടൂത്ത് കണക്ടറാണ് കേട്ടോ. അത് നല്ല രസമല്ലേ, കാറിൻ്റെ കീച്ചിയും പോലെ കാണാനല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം പ്രസ് ചെയ്യുന്നതിലൂടെ നമുക്കിവിടെ പ്രസ് ചെയ്തിട്ട് ഇതിൽ വീഡിയോ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ഓണായി കണ്ടില്ലേ. അപ്പോൾ ഇതൊന്നുകൂടി ഞെക്കിക്കഴിഞ്ഞാൽ അത് ഓഫായി. അപ്പം ഇത് വളരെ ഉപകാരപ്പെടുന്ന സാധനമാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാം. ഞാനൊരു ഗൊറില്ല ട്രൈപോഡ് എന്ന് പറഞ്ഞൊരു ട്രൈപോഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിൻ്റെ പരം ഫ്രീ ലഭിച്ചൊരു സംഭവമാണിത്. വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. ഫോട്ടോയും വീഡിയോ ഒക്കെ നമുക്ക് ഇതിലെടുക്കാം. അതുപോലെ തന്നെ ആപ്പിളിലും ആൻഡ്രോയിഡിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയാശ്രയമായിട്ട് യൂട്യൂബിൽ വീഡിയോ എടുക്കാം. പിന്നെ ഈ ഇതൊക്കെ ചെറിയ ചെറിയ സെറ്റപ്പുകളാണ്. PVC പൈപ്പിൻ്റെ എന്താ പറയുക, സ്റ്റാൻഡൊക്കെ ആയിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾക്ക് മനസ്സുണ്ടെങ്കിൽ എങ്ങനെയായാലും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ കേട്ടോ, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴേ ഈ ApowerMirror എന്നുള്ളത് ഒരു പൈസ കൊടുത്ത് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. 10 മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് എന്തുള്ളൂ, ഫ്രീ ആയിട്ട് കിട്ടുകയുള്ളൂ. അതിന് നിങ്ങൾക്കറിയാമല്ലോ, മോഡ് ആപ്ലിക്കേഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ട് ഉപയോഗിക്കുക. മോഡ് ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ApowerMirror VIP മോഡ് APK എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. 1.78ൻ്റെ ഒരു മോഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നല്ലൊരു ആപ്ലിക്കേഷനാണ്, വലിയ പ്രശ്നമൊന്നും കണ്ടില്ല. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ സെക്കൻഡറി ഫോണിൽ ഉപയോഗിക്കുക. ഇപ്പം നിങ്ങളുടെ ഫോണുണ്ട്, അതാണ് സൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ എല്ലാവരും ഉപയോഗിക്കുക. അല്ലെങ്കിൽ 10 മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ 2 സ്പൂണും കൂടി ഉപയോഗിക്കാൻ പറ്റും. 10 മിനിറ്റ് തന്നെ കട്ടായി പോകും. അപ്പോൾ എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ യൂട്യൂബുമായി ബന്ധപ്പെട്ടുള്ള യൂട്യൂബേഴ്സ്, പുതുതായിട്ട് യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോ ആവശ്യമാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.